നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ, കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോക രാഷ്ട്രീയത്തിൽ ഇതുവരെ നടന്നിരുന്നതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ കഴിയുന്ന രണ്ട് സംഭവങ്ങളുണ്ടായി. ഒന്ന് ബ്രിട്ടനിലെയും മറ്റൊന്ന് ഫ്രാൻസിലെയും ഭരണ നേതൃത്വത്തിലുള്ള മാറ്റം. അതായത് രണ്ടും ഒരു വലിയ പരിധിവരെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ. അത് എത്ര കണ്ട് ഇപ്പോൾ നിലവിലുള്ള ലോക രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും എന്നത് കണ്ടു തന്നെ അറിയണം. കാരണം ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, രണ്ട് യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധങ്ങളോടുള്ള അവിടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുടെ സമീപനം പഴയതുപോലെ തന്നെ സജീവവും രൂക്ഷവുമാകുമോ അല്ലേ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഈ കോളനി രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് നാറ്റോ രാജ്യങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം എന്നത് അവരുടെ പാരമ്പര്യവുമായിട്ട് ഇഴചേരും. ഏതൊരു രാജ്യത്തിൻ്റെയും രാഷ്ട്രീയം എന്നത് ആ രാജ്യത്തിൻ്റെ പാരമ്പര്യവുമായും ചരിത്രവുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം ഉണ്ടായ, അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനോട് കൂടി ഉണ്ടായ ആധുനിക മുദ്രാവാക്യങ്ങൾ ലിബർട്ടി, ഫ്രറ്റേണിറ്റി ആൻഡ് ഇക്വാലിറ്റി എന്ന ജനാധിപത്യം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, സാഹോദര്യം, ഈ മുദ്രാവാക്യങ്ങൾ ഉണ്ടായത്, അതിൻ്റെ തുടക്കം ഫ്രാൻസിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അതിന് ഏറ്റവും കൂടുതൽ അതിനെ പുൽകാൻ സാധ്യത കുറവുള്ള രാജ്യങ്ങളും ഈ സാമ്രാജ്യത്വ ശക്തികൾ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കീഴടക്കി കോളനിയാക്കി വെച്ചുകൊണ്ട് അവിടെയുള്ള സമ്പത്ത് മുഴുവൻ സമ്പത്തും രക്തവും ജീവനും മുഴുവൻ ഊറ്റിക്കുടിച്ചു കൊണ്ട് നടന്നിരുന്ന രാജ്യങ്ങളാണ് ഇതുണ്ടായതെങ്കിൽ പോലും അവർക്കായിരിക്കും ഏറ്റവും അവസാനം ഈ ട്രെയിനിലേക്ക് കയറാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കവർച്ചയുടെ ഒരു സമ്പത്തിലാണ് അവർ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യസന്ധതയാണ് ഈ മുദ്രാവാക്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യനും ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും ഏറ്റവും അത്യാവശ്യമായ പ്രധാന പ്രശ്നം എന്നത് സത്യസന്ധതയാണ്. ആ സത്യസന്ധത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഈക്വലായിട്ട് കാണുക എന്നുള്ളത് തന്നെ. അതൊരിക്കലും യൂറോപ്യൻ ജനതയ്ക്ക് കാണാൻ കഴിയുമോ എന്ന് വെച്ചിട്ടെങ്കിൽ അവിടെയുള്ള വ്യക്തികൾക്ക് കാണാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അവിടെയുള്ള ഭരണവർഗത്തിന് കാണാൻ പ്രയാസമാണ്. കാരണം അത് മുഴുവൻ നിലനിൽക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള, ഇതിൻ്റെ മുമ്പ് അവരുടെ മുൻ തലമുറ, അവരുടെ പിതാമഹന്മാരും ഈ ലോകമായ കോളനിയാക്കി വെച്ച് അവിടെയുള്ള വിഭവങ്ങളൊക്കെ കവർന്നെടുത്ത് അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ നിഷ്ഠൂരമായി തന്നെ നശിപ്പിച്ച് മൃഗീയമായി കൊന്ന് തള്ളി അവരെല്ലാം പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി വെച്ചു, അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ കോൺട്രാക്ട് ലേബർമാരാക്കി വെച്ചു. അങ്ങനെ ഉണ്ടാക്കിയ പണത്തിൻ്റെ, സമ്പത്തിൻ്റെ
മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ അവരെത്ര കണ്ട് മഹത്തായ ആദർശങ്ങൾ പറഞ്ഞാലും ആ ഇരിക്കുന്ന രംഗം, ഇരിക്കുന്ന സ്ഥലം അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഈ ആധുനിക ജനാധിപത്യ, ആധുനിക കാലഘട്ടത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളായ അല്ലെങ്കിൽ പുരോഗമന മൂല്യങ്ങളായ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന മൂല്യങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. അംഗീകരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും കടന്നു കയറാൻ ഒരു പ്രയാസമില്ലാത്തതാണ്. അതൊരിക്കലും സാധ്യമാവാൻ പ്രയാസമാണ്. കാരണം ആദ്യമായി ഈ രാജ്യങ്ങളൊക്കെ തന്നെ നിങ്ങളെ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ ജനതയോട്, ആഫ്രിക്കൻ ജനതയോട്, ഏഷ്യൻ ജനതയോട് ഇവരോടൊക്കെ ചെയ്ത തെറ്റുകൾ, അവരൊക്കെ അധാർമികമായ കൊള്ളകൾ, കവർച്ചകൾ, ഇതൊക്കെ തന്നെ തെറ്റായിരുന്നു എന്നും ഞങ്ങളുടെ മുൻ തലമുറ അതിൽ ചെയ്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്നും പറയുക എന്നുള്ളതായിരിക്കണം ആദ്യത്തെ അവരുടെ കമ്മ്യൂണിസത്തിലേക്കും അല്ലെങ്കിൽ സോഷ്യലിസത്തിലേക്കും അതല്ലെങ്കിൽ സമത്വത്തിലേക്കും സാഹോദര്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉള്ള ആദ്യത്തെ ചുവടുവെപ്പ്. അതില്ലാതെ, അങ്ങനെ അതിനുള്ള ധൈര്യമില്ലാതെ, അതിനുള്ള ആർജവമില്ലാതെ അവർ എത്ര കണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ പിന്നെ മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഇംഗ്ലണ്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിട്ടനിലായിക്കോട്ടെ ഫ്രാൻസിലായിക്കോട്ടെ ഇപ്പോഴുണ്ടായ ഭരണമാറ്റങ്ങൾ അത്ര വല്ലാതെ നമ്മൾ ആവേശം കൊള്ളേണ്ടതില്ല. പക്ഷെ എന്ന് വെച്ചാലും അത് ഇപ്പോൾ ഈ ലോകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന നാറ്റോ ശക്തികളെ അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പഴയ സാമ്രാജ്യത്വ ശക്തികളെ, അത് മറ്റ് കോളനി രാജ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ആ രാജ്യങ്ങളെ മുഴുവൻ മുച്ചൂടും മുടിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചിരുന്ന രാജ്യങ്ങൾ, അതാണ് നാറ്റോ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ ഇപ്പം നിലവിലിരിക്കുന്ന ആ സോളിഡാരിറ്റി തകരാൻ, അതിൽ വിള്ളലുകൾ വരുത്താൻ ഒരുപക്ഷെ ഇതിന് സാധ്യമായേക്കാം. പക്ഷേ അതെന്തായാലും തകർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതെന്നാണ് നമ്മൾ കാണുന്നത്. ഈ ലോക രാഷ്ട്രീയം സൂക്ഷ്മമായി പഠിക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാനും കഴിയും. അതായത് ഈ നാറ്റോ രാജ്യങ്ങൾ ഒന്നായിട്ടുള്ള G7 രാജ്യങ്ങളുടെ ആധിപത്യവും സാമ്പത്തിക ശക്തിയും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നേരെ മറിച്ച് പഴയ മൂന്നാം ലോക രാജ്യങ്ങളായിരുന്ന, കോളനികളായിരുന്ന ഈ രാജ്യങ്ങളിലൊക്കെയുള്ള അവരുടെ കൂട്ടായ്മയായ ബ്രിക്സിൻ്റെയൊക്കെ സാമ്പത്തികമായ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ യഥാർത്ഥത്തിൽ സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ ഭരിക്കുന്നത്. ശരിക്കും സാമ്പത്തികം എന്നത് പറഞ്ഞത് തന്നെ ഒരു തരം പ്രൊജക്ഷൻ ആണെങ്കിൽ പോലും അതിന് പ്രധാന കാരണം വിഭവങ്ങളാണ്. അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇതൊക്കെ തന്നെ ഇതൊക്കെ പണ്ട് കാലത്ത് അതിൻ്റെ ഹെഗമണി അല്ലെങ്കിൽ ആധിപത്യം ഈ G7 കൺട്രികൾക്ക് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഈ നാറ്റോ കൺട്രികൾക്കായിരുന്നു, അല്ലെങ്കിൽ പഴയ കോളനികൾ വെച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കായിരുന്നു എന്നത് ശരിയാണെങ്കിലും ഈ 21-ാം നൂറ്റാണ്ടോടുകൂടി അതിന് ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ, അതായത് ഒരു ഘടനാപരമായ മാറ്റം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ചൈനയുടെ നേതൃത്വത്തിൽ
മൂന്നാം ലോക രാജ്യങ്ങൾ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് വരുന്ന ഒരവസ്ഥ തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ലോകത്ത്, ഇനി ഭാവി ലോകത്ത് പഴയ ഒരു ആധിപത്യങ്ങളുടെ തുടർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ ആവർത്തനമോ അല്ല ഇനി വരാൻ പോകുന്നതെന്നും, ഇനി പുതിയ ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെ കീഴടക്കാതെ, മറ്റൊരു രാജ്യത്തിനെ ചൂഷണം ചെയ്യാതെ എങ്ങനെ പരമാവധി രണ്ടുപേർക്കും വിജയിക്കാം എന്ന നിലയിലുള്ള ഒരു അഭൂതപൂർവമായ സാമൂഹ്യവും സാമ്പത്തികവും സൃഷ്ടിപരവുമായ ഒരു മുന്നേറ്റത്തിലേക്കാണ് ഈ ലോകം നീങ്ങുന്നത് എന്നും ആഗ്രഹിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടമായിട്ട് എനിക്കിതിനെ തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് വിചാരിച്ചിട്ട് ഇതിന് രേഖപ്പെടുത്തണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.